ഹായ്, നിങ്ങൾ പഠിതാക്കളാണോ? എന്താണ് നിങ്ങൾ പഠിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് പഠിക്കുന്നത്? ഇങ്ങനെയൊക്കെ ആണെങ്കിലും നിങ്ങൾ എക്സാം എങ്ങനെ ഫേസ് ചെയ്യുന്നു? അല്ലെങ്കിൽ എങ്ങനെ എക്സാം ഫേസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു? ഈച്ച കോപ്പി അടിച്ചിട്ടാണോ? അതോ എഴുതാൻ വേണ്ടി ഓരോ തുണ്ടുകൾ കൊണ്ടുപോയിട്ട് കോപ്പി അടിക്കാനാണോ തീരുമാനം? ഇങ്ങനെയൊന്നുമല്ലാതെ എക്സാം എഴുതാൻ നിങ്ങൾ തയ്യാറാണോ? അതിനുള്ള കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ടോ? അതോ പഠിച്ച് 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 മനഃപ്പാഠമാക്കിയിട്ട് പരീക്ഷ എഴുതാം എന്നുള്ള തീരുമാനമുണ്ടോ? എങ്ങനെയാണ് ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻറ് എക്സാമിനെ ഫേസ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കോപ്പി അടിക്കാതെയും തുണ്ട് കൊണ്ടുപോകാതെയും അതുപോലെ തന്നെ മനഃപ്പാഠമാക്കാതെയും ഒക്കെ ആയിട്ട് ഒരു എക്സാം ഫേസ് ചെയ്യാൻ എങ്ങനെയാണ് ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻറ് എക്സാമിനെ ഫേസ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഹൗ ടു ഫേസ് എക്സാം, എങ്ങനെയാണ് നിങ്ങൾ എക്സാമിനെ കാണുന്നത്? എന്തുകൊണ്ടാണ് പലപ്പോഴും പലർക്കും എക്സാം എന്നതൊരു വില്ലനാവുന്നത്? എക്സാം ഒരു വില്ലനാണോ? നമ്മളൊക്കെ പഠിക്കുന്നതിൽ എക്സാം അനിവാര്യമാണോ? നമ്മളിപ്പോൾ പഠിക്കുന്നതൊക്കെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്നതാണോ? ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. സ്റ്റുഡൻസിനോടാണ് ഞാൻ പറയുന്നത്. ഈ പഠിക്കുന്നതൊക്കെ ജീവിതത്തിൽ നമുക്ക് അനിവാര്യമല്ല എങ്കിൽ പിന്നെ എന്തിനു വേണ്ടി പഠിക്കണം? ഇതൊരു പ്രഹസനമാണോ? ജീവിതത്തിൽ വിദ്യാഭ്യാസം ഒരു പ്രധാന ഘടകമാണോ? എന്താണ് നിങ്ങളുടെ മനസ്സിനകത്ത് ഓടി വരുന്ന ചിന്തകൾ? എങ്ങനെയാണ് നിങ്ങൾ എക്സാമിനെ ഫേസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്? ഇന്ന് നാം കണ്ടിട്ടുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങളും പലതരത്തിലുള്ള സ്റ്റുഡൻസിൻ്റെ കാഴ്ചപ്പാടും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇന്ന് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമൂഹത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. വിദ്യാർത്ഥികൾ അധ്യാപകർക്കെതിരെ ആക്രോശിക്കുകയും അധ്യാപകരെ വെല്ലുവിളിക്കുകയും അതുപോലെ തന്നെ അധ്യാപകർക്ക് നേരെ വധശ്രമം മുഴക്കുകയും സ്വന്തം പിതാവിനെ ലഹരിയുടെ അടിസ്ഥാനത്തിൽ ലഹരി ഉപയോഗിച്ചതിൻ്റെ ഭാഗമായി പബ്ലിക്കിൽ വെച്ച് മറ്റ് സുഹൃത്തുക്കളോടൊപ്പം വട്ടം വെച്ച് ആ പിതാവിനെ തല്ലാൻ റെഡിയാവുകയും ആ തല്ലുകയും എന്നാൽ ആ പിതാവിൻ്റെ മാനസികാവസ്ഥ മനോവൈകല്യം എന്താണെന്ന് മനസ്സിലാക്കാൻ തയ്യാറല്ലാത്ത അത്രത്തോളം ലഹരിക്ക് അടിമപ്പെട്ടിട്ടുള്ള സമൂഹത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടേക്കാണ് നമ്മുടെ ഈ ഒരു വിദ്യാർത്ഥി സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു പ്രധാന ഘടകമാണ്. ഇത്തരം സാഹചര്യത്തിലാണ് ഒരു മർമ്മപ്രധാനമായിട്ടുള്ളൊരു വിഷയവുമായിട്ട് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ വന്നിട്ടുള്ളത്. ഹൗ ടു ഫേസ് എക്സാം. എങ്ങനെയാണ് എക്സാമിനെ നേരിടേണ്ടത്? എങ്ങനെയാണ് എക്സാമിനെ നമ്മൾ ഫേസ് ചെയ്യേണ്ടത്? ഇതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയും അതിനെക്കുറിച്ച് പഠിക്കുകയും ചെയ്യുക എന്നത് നമ്മുടെ ദൗത്യമാണ്, വിദ്യാർത്ഥികളുടെ കടമയാണ്. അധ്യാപകർക്ക് നേരെ ആക്രോശിക്കുകയും അതുപോലെ തന്നെ വധഭീഷണി നടത്തുകയും പിതാക്കൾക്കെതിരെയും മാതാക്കൾക്കെതിരെയും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഓരോ വിദ്യാർത്ഥികളോടും ഞാൻ ചോദിക്കുന്നത്, ലഹരി നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും മേഖലയിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ഒരു വസ്തുവാണോ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണം. അത് ചോദ്യചിഹ്നമാണ്. ലഹരി ഇല്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ എന്താണ് പ്രയാസം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. അതിനെക്കുറിച്ച് നിങ്ങൾ പഠിക്കണം. എന്താണ് ലഹരി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി തരുന്ന നേട്ടം എന്നതിനെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിക്കണം. അവിടെയാണ് ഈ ഒരു കാര്യങ്ങളെക്കുറിച്ച് എല്ലാ വിഷയങ്ങളെക്കുറിച്ചും അവലോകനം ചെയ്യാനുള്ള നിങ്ങൾക്ക് മുന്നിലുള്ള സാഹചര്യം. വിദ്യാർത്ഥികൾ ഏത് രൂപത്തിൽ എങ്ങനെ എവിടെ എപ്പോ എന്നുള്ളതിനെക്കുറിച്ച് വളരെ വ്യക്തമായി കൊണ്ട് തന്നെ പഠിക്കുകയും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യേണ്ട പ്രധാന വിഷയം തന്നെയാണ് ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് വിദ്യാർത്ഥികൾക്കുള്ള കടമകൾ, വിദ്യാർത്ഥികൾക്ക് അധ്യാപകരോടുള്ള കടമകൾ എന്താണ്, വിദ്യാർത്ഥികൾക്ക് രക്ഷിതാക്കളെ കൊണ്ടുള്ള കടമകൾ എന്താണ്, വിദ്യാർത്ഥികൾക്ക് സമൂഹത്തോടുള്ള കടമ എന്താണ്,
ഇത്തരത്തിലുള്ള വിഷയത്തെക്കുറിച്ച് വളരെ വ്യക്തമായി പഠിക്കേണ്ട ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ പഠിതാക്കളും ഞാൻ എന്തിനു വേണ്ടി പഠിക്കുന്നു, എങ്ങനെ പഠിക്കണം, എന്താണ് പഠിച്ചതിന് ശേഷം ഞാൻ ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കി നല്ല രൂപത്തിൽ ജീവിക്കാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവണം. അതുകൊണ്ട് പഠിക്കേണ്ട സമയത്ത് നമ്മൾ പഠിക്കുകയും ആ സമയത്ത് മറ്റുള്ള പല കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുകയും എല്ലാ കാര്യങ്ങളിലും നമ്മുടേതായിട്ടുള്ള കഴിവുകൾ തെളിയിച്ചുകൊണ്ടും പഠിക്കുന്ന സാഹചര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പഠിക്കാൻ നമ്മൾ തയ്യാറാവുക എന്നത്. അതിനുശേഷം ഇത് ഏത് രൂപത്തിലാണ് ഇതിനെക്കുറിച്ച് നമ്മൾ സമൂഹത്തിൽ ഇതിനെ പ്രസന്റ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചും എങ്ങനെയാണ് ഞാൻ പഠിച്ചെടുത്ത വിഷയങ്ങളെ ഉപയോഗിക്കേണ്ടത് എന്നതിനെക്കുറിച്ചും ഞാൻ പഠിച്ചതിൻ്റെ ഭാഗമായി എൻ്റെ സമൂഹത്തിന്, എൻ്റെ കുടുംബത്തിന്, എൻ്റെ സുഹൃത്തുക്കൾക്ക്, എൻ്റെ കൂടപ്പിറപ്പിന് എങ്ങനെയാണ് ഇത് ഞാൻ പ്രസന്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഉപകാരപ്പെടുത്തേണ്ടത് എന്നതിനെക്കുറിച്ച് നമ്മൾ വളരെയധികം ആഴത്തിലിറങ്ങി ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. അതുകൊണ്ട് എങ്ങനെയാണ് നിങ്ങൾ എക്സാമിന് ഫേസ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് നിങ്ങൾ ഇന്നു മുതൽ ചിന്തിച്ചു തുടങ്ങണം. ഈച്ചക്കൊപ്പി അടിക്കാൻ നിങ്ങൾ ആരും തയ്യാറാവരുത്. ഈച്ചക്കൊപ്പി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടോ, ഞങ്ങളുടെ ഭാഷയിലൊക്കെ പറയുന്ന ഭാഷ ഏതൊരു വാക്കാണ് ഈച്ചക്കൊപ്പി. മീൻസ് തൊട്ടപ്പുറത്തിരിക്കുന്നവൻ എഴുതി വെച്ചത് എന്താണോ അതേ രൂപത്തിൽ ഇപ്പുറത്തേക്ക് പകർത്തി എഴുതുക എന്നുള്ള സംവിധാനത്തെ കുറിച്ചാണ് ഞങ്ങൾ ഈച്ചക്കൊപ്പി എന്ന് പറയുന്നത്. അവിടെ എഴുതി വെക്കുന്നവൻ ബ്രില്യൻ്റ് ആണെന്നുള്ള ആത്മവിശ്വാസത്തോട് കൂടിയിട്ടാണ് അവൻ എഴുതിയിരിക്കുന്ന അതേ വിഷയം ഇവിടെ ചേർത്ത് കോപ്പി അടിച്ച് എഴുതാൻ നമ്മൾ തയ്യാറാവുന്നത്. അപ്പോൾ ഇവിടെ നമുക്കുണ്ടാവുന്ന വിഷയം എന്തെന്ന് വെച്ചാൽ ഞാൻ ബ്രില്യൻ്റ് അല്ല, എനിക്ക് ഒന്നിനും കഴിവില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടിന് പ്രസക്തി നൽകുകയാണ് നിങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയായിട്ടാണ് നമുക്കതിന് കാണാൻ പറ്റുള്ളൂ. നമുക്ക് ഓരോരുത്തർക്കും അത് അവരവരുടേതായിട്ടുള്ള കഴിവുകളുണ്ട്. ബ്രില്യൻ്റ് ആയിട്ടുള്ള ആളുകളായിട്ട് തന്നെയാണ് ദൈവം തമ്പുരാൻ നമ്മളെ ഭൂമിയിലേക്ക് പടച്ചു വിട്ടിട്ടുള്ളത് എന്ന സത്യം നമ്മൾ മറക്കാതിരിക്കുക. നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന കലാവാസനകളെ അല്ലെങ്കിൽ സർഗാത്മകതയെ നമ്മൾ വളർത്തിയെടുക്കേണ്ടതും അത് ആ വളർത്തിയെടുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ എബിലിറ്റി ആണ് അല്ലെങ്കിൽ ആബിൾ ആണ് എന്ന് നമ്മളാണ് നമ്മളെക്കുറിച്ച് സ്വയം വിലയിരുത്തേണ്ടത്. അപ്പോഴാണ് നമ്മൾക്ക് സമൂഹത്തിൽ നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയായി മാറാൻ നമുക്ക് കഴിയുകയുള്ളൂ എന്ന കാര്യം നിങ്ങളാരും മറക്കരുത്. ഇവിടെ എനിക്ക് എന്നെക്കുറിച്ചൊരു കോൺഫിഡൻസ് ഇല്ലെങ്കിൽ, എന്നെക്കുറിച്ച് യാതൊരുവിധ ആത്മവിശ്വാസവും ഇല്ലാത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ അപ്പുറത്തിരിക്കുന്നവൻ്റെ അവൻ എഴുതിയിട്ടുള്ള എല്ലാ മണ്ടത്തരങ്ങളും ഇവിടെയും തിരിച്ച് ഞാൻ കോപ്പി അടിച്ച് എഴുതാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഒരിക്കലും എൻ്റെ പ്രിയ വിദ്യാർത്ഥികളെ, നിങ്ങൾ അത്തരത്തിലുള്ളൊരു പ്രവണത നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ പാടെ വലിച്ചെറിയുക. തുണ്ടുകൾ കൊണ്ട് എഴുതാൻ തീരുമാനിച്ച നിങ്ങളൊന്ന് മനസ്സിലാക്കുക, നിങ്ങളെന്നും ഒരു മരത്തിൻ്റെ തണലിലായിരിക്കും. ആ മരമൊന്ന് മുറിഞ്ഞു വീഴുകയോ അതല്ലെങ്കിൽ അതിനെ വെട്ടിമാറ്റുകയോ ചെയ്യപ്പെട്ടാൽ നിങ്ങളെന്ന ഈ മഹാസത്യം പ്രപഞ്ചത്തിൽ യാതൊരുവിധ വിലയുമില്ലാതെ മാറേണ്ട ഒരു സാഹചര്യമാണ് നിങ്ങളായിട്ട് നിങ്ങളെ സൃഷ്ടിച്ച് വളർത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള സത്യവും നിങ്ങൾ മനസ്സിലാക്കുക. പുസ്തകത്തിൽ കാണുന്നത് എന്തിനും ചെയ്യുന്നത് പോലെ മുഴുവൻ മനഃപ്പാഠമാക്കി കൊണ്ടുപോയാൽ പഠിക്കാം അല്ലെങ്കിൽ പരീക്ഷ എഴുതാം എന്നുള്ളൊരു മനോഭാവം നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചതുപോലെ, നിങ്ങൾ മനഃപ്പാഠമാക്കിയതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് എക്സാമിൽ വരുമെന്ന് പ്രതീക്ഷയുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് തെറ്റി. എക്സാമിൽ ഓരോ തവണയും ക്വസ്റ്റ്യൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചൊക്കെ വരാം. ഏതൊക്കെ രൂപത്തിലാണോ ക്വസ്റ്റ്യൻസ് വരേണ്ടത് എന്നുള്ളത് അവർ തീരുമാനിച്ചതുപോലെയാണ് ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ അതിനനുസരിച്ച് നമ്മളിവിടെ മനഃപ്പാഠമാക്കി പോയി കഴിഞ്ഞാൽ ആ മനഃപ്പാഠത്തിനനുസരിച്ച് നിങ്ങൾക്ക് വരുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മനഃപ്പാഠമാക്കുന്ന ആ ഒരു പ്രവണതയും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളത് യാതൊരു സംശയവുമില്ല. നമ്മൾ പഠിക്കേണ്ടത് ഓരോ വിഷയങ്ങളും അതിനെ ഉൾക്കൊണ്ട് വായിച്ച് മനസ്സിലാക്കി, മനസ്സിൽ എങ്ങനെയാണോ അതിനെ കോർത്തിണക്കി വെക്കേണ്ടത് എന്നതിനെ കുറിച്ച് ചിന്തിച്ച് മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളൊരു സംവിധാനമാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം.
അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ നിങ്ങളുടെ മനസ്സിനകത്തുണ്ടെങ്കിൽ കോപ്പി അടിക്കാമെന്നോ അതല്ലെങ്കിൽ തൊട്ടപ്പുറത്തിൽ ഇരിക്കുന്നവൻ എന്നേക്കാൾ കൂടുതൽ പഠിക്കുന്നവനാണെന്നുള്ള ചിന്താഗതിയോ നിങ്ങൾക്കുണ്ടെങ്കിൽ അതെല്ലാം മാറ്റിവെക്കുക. നിങ്ങൾക്ക് പഠിക്കാൻ തരുന്ന സമയത്ത് നിങ്ങൾ അതിനെക്കുറിച്ച് പഠിക്കുക. പഠിപ്പിക്കാൻ വരുന്ന അധ്യാപകൻ ഏത് രൂപത്തിലാണോ, ഏത് തരക്കാരനാണോ, ഏത് വിഭാഗക്കാരനാണോ എന്നതിനെക്കുറിച്ച് ചിന്തിക്കലല്ല നിങ്ങളുടെ ആവശ്യം. അതല്ല നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ ചെയ്യേണ്ടത് പഠിപ്പിക്കാൻ വരുന്ന അധ്യാപകന്റെ വായിൽ നിന്നും വരുന്ന വാക്കുകൾ അതിനെ ഏത് രൂപത്തിൽ ഉൾക്കൊള്ളണമെന്നും ഏതൊക്കെ പോയിന്റുകൾ നിങ്ങൾ മനസ്സിലേക്ക് കയറ്റി വെക്കണമെന്നതിനെ കുറിച്ച് മാത്രം ചിന്തിക്കുക. അതിനപ്പുറത്ത് നമുക്ക് ഒരുപാട് വഴികളുണ്ടാവും. ഒരുപാട് വഴികൾ നമുക്ക് തുറന്നു വച്ചിട്ടുണ്ടാവാം. പല സാഹചര്യങ്ങളും നമുക്ക് ഒരുക്കി വെച്ചിട്ടുണ്ടാവാം. പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ പണം സമ്പാദിക്കാനുള്ള പല മാർഗങ്ങളും നമുക്ക് മുന്നിൽ ഇന്ന് ഇന്റർനെറ്റ് യുഗത്തിലുണ്ട്. എന്നാൽ അതിൻ്റെ ഒന്നും പുറകെ പോകാതെ ഞാൻ ഒരു ഉദാഹരണം പറയാം. ഒരു വഴിയിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഭാര്യയും ഭർത്താവും വഴിയിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വഴിയോരത്തൊരു കുരങ്ങനെ കണ്ടു. കുരങ്ങനെ കണ്ടപ്പോൾ ആ കുരങ്ങനക്ക് 500-ന്റെ ഒരു നോട്ടും അതുപോലെ തന്നെ കുറച്ച് പഴങ്ങളും കൊടുത്തു. ഈ കുരങ്ങൻ എടുത്തത് 500-ന്റെ നോട്ടല്ല, പഴങ്ങളാണ്. കാരണം കുരങ്ങൻ അറിയാം 500-ന്റെ നോട്ട് കൊണ്ട് എനിക്കൊന്നും ചെയ്യാനില്ല. എനിക്ക് എൻ്റെ വയറ് നിറക്കണമെങ്കിൽ എനിക്ക് ആ പഴമാണ് അത്യാവശ്യം. അതുകൊണ്ട് ഞാൻ ആ പഴം എടുക്കുന്നു. അതാണ് ശാശ്വത പരിഹാരം എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടതും അതുപോലെയൊക്കെ തന്നെയാണ്. ഒരു 2000 രൂപയുടെ അല്ലെങ്കിൽ 500-ന്റെ 4 നോട്ടും അതുപോലെ തന്നെ ഒരു ചാക്ക് ഫ്രൂട്ട്സും അല്ലെങ്കിൽ ഒരു കൊട്ട ഫ്രൂട്ട്സും നിങ്ങൾക്ക് തന്നാൽ നിങ്ങൾ ഏതെടുക്കും എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. 2000 രൂപയാണോ എടുക്കുക അല്ലെങ്കിൽ ഒരു കൊട്ട ഫ്രൂട്ട്സ് ആണോ എടുക്കുക എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. കുരങ്ങൻ അവിടെ പഴമാണ് ഭക്ഷിക്കാൻ എടുത്തതെങ്കിൽ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് പണമല്ല എടുക്കേണ്ടത്. നിങ്ങൾ എടുക്കേണ്ടത് ആ ഫ്രൂട്ട്സിനെയാണ്. ആ ഫ്രൂട്ട്സിനെ എടുത്ത് നിങ്ങൾ ബിസിനസ് ലെവലിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഈ 500-ന്റെ 4 നോട്ടിന്റെ പകരം 40 നോട്ട് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിയും. അതുപോലെയാണ് നിങ്ങൾ ഓരോരോ കാര്യങ്ങളും ചിന്തിച്ച് മനസ്സിലാക്കി ചെയ്യേണ്ട കാര്യങ്ങളാണ്. പഠിക്കാൻ നിങ്ങളെ ഏൽപ്പിക്കുമ്പോൾ അത് പഠിക്കാൻ നിങ്ങൾ ശ്രമിക്കണം. അത് ഏത് രൂപത്തിൽ പഠിക്കണം, ഏത് അധ്യാപകൻ പഠിപ്പിക്കുന്ന പാഠത്തെ ഞാൻ മനസ്സിലാക്കണം, പഠിക്കണം എന്നുള്ളതിനെ കുറിച്ചല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് എൻ്റെ പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, സമൂഹത്തിലെ ഏറ്റവും വിലമതിക്കാനാവാത്ത ഏറ്റവും ഭാവി തലമുറകളായ നിങ്ങൾ ഈ സമൂഹത്തിന് ആവശ്യമായിട്ടുള്ളൊരു ഘടകമാണ്. അതുകൊണ്ട് ഞാൻ ഏത് രൂപത്തിലാണ് ജീവിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടത് നിങ്ങൾ ഓരോരുത്തരുമാണ്. മറ്റുള്ളവൻ കാണിച്ചു തരുന്ന വഴികളിലൂടെ സഞ്ചരിക്കുക എന്നുള്ളത് യഥാർത്ഥത്തിൽ ബുദ്ധിയും ബോധവുമുള്ള ഒരു യുവാക്കൾക്കും ഒരു സ്റ്റുഡൻസിനും കഴിയുന്നതല്ല, അല്ലെങ്കിൽ ആ രൂപത്തിലല്ല ചിന്തിക്കേണ്ടത് എന്ന യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക. നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.